So hello friends, ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് Adobe Photoshop CS6 ൽ എങ്ങനെ ഒരു ഇരുണ്ടിരിക്കുന്ന നോർമൽ ഫോട്ടോയെ നല്ല നൈസ് രീതിയിൽ ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടി ശരിയാക്കി എടുക്കാവുന്നത്. സോ ഈ വീഡിയോ ഉണ്ടാക്കാൻ സഹായിച്ചത് അഭിജിത്താണ്. സോ താങ്ക്സ് ടു ഹിം. എൻ്റെ പേര് സതീഷ് കുമാർ, നിങ്ങൾ കാണുന്ന സ്കിം ടെക് യൂട്യൂബ് ചാനൽ. സോ സമയം ഒട്ടും കളയാതെ നമുക്ക് തുടങ്ങാം. സോ ആദ്യം തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള നമ്മുടെ നോർമൽ ഫോട്ടോയെ ഫോട്ടോഷോപ്പിനകത്ത് ഇമ്പോർട്ട് ചെയ്യുക. സോ ഇമേജിന് കണ്ടാൽ നിങ്ങൾക്കറിയാം വലിയ ബ്രൈറ്റ്നസ് ഒന്നും ഇല്ലാത്ത നോർമൽ ഇമേജ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. എന്നിട്ട് നമുക്ക് RBG സെലക്ട് ചെയ്യണം. RBG സെലക്ട് ചെയ്യുന്നത് കൺട്രോൾ ഷിഫ്റ്റ് ഞെക്കിയിട്ട് RBG ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ഏരിയ ഒക്കെ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ഏരിയ ആണ് സെലക്ട് ആയിരിക്കുന്നത്. ഇതിനെ നമുക്കിനി ഇൻവേർട്ട് ആക്കണം. ഇൻവേർട്ട് ആക്കുന്നത് കൺട്രോൾ ഷിഫ്റ്റ് IA ഞെക്കണം. അതേ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ഇതിപ്പം ഇൻവേർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇൻവേർട്ട് ആയിട്ടുള്ള ബ്ലാക്ക് ഏരിയ സെലക്ട് ചെയ്ത ഏരിയയെ ലെയർ ആക്കി എടുക്കണം. സോ ലെയർ ആക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ലെയറെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് അവിടുന്ന് കൺട്രോൾ J ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ നമുക്കൊരു ലെയർ ആക്കണം. ഇപ്പം ഇതൊരു ലെയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുമ്പോൾ ഈ നോർമൽ കാണുന്ന ഓപ്ഷനെ ബ്ലെൻഡ് ചെയ്തിട്ട് സ്ക്രീനിലോട്ട് മാറ്റണം. സോ കണ്ടില്ലേ, നമ്മുടെ ഇമേജ് ഇപ്പം ഭയങ്കര വെട്ടമൊക്കെ ആയിട്ട് നല്ല നൈസ് രീതിയിലായിട്ടുണ്ട്. നമുക്ക് സൂം ചെയ്ത് കാണാൻ പറ്റും നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത ഇമേജിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന്. സോ ഇതേ സെയിം സ്റ്റെപ്പ് ഞാൻ മറ്റൊരു ഇമേജ് കാണിച്ചു തരാം. ആദ്യം ചാനൽ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് RBG സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ സെലക്ട് ചെയ്ത RBG ഇൻവേർട്ട് ചെയ്യാനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് IA ക്ലിക്ക് ചെയ്യണം. ഇപ്പം ഇൻവേർട്ട് ആയിട്ടുണ്ട്. അതുപോലെ ഇനി ലെയർ സെലക്ട് ചെയ്യാനായിട്ട് കൺട്രോൾ IA ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നോർമലെ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീനെ ക്ലിക്ക് ചെയ്യണം. കണ്ടില്ലേ, നല്ലപോലെ ബ്രൈറ്റ്നസ്സും കയറിയിട്ടുണ്ട്. നോർമൽ ഇമേജ് മാറി അടിപൊളിയായിട്ടുണ്ട്. സൂം ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഈ എഡിറ്റിംഗ് ചെയ്തത് കാരണം അങ്ങനെ ഇമേജിന് വലിയ വ്യത്യാസം എന്ന് പറയുമ്പോൾ കുഴപ്പങ്ങളായിട്ടൊന്നും വരുന്നില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇമേജ് ഇരിക്കുന്നു. സോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് എപ്പോഴും കൊണ്ടുവന്നുകൊണ്ടിരിക്കും. സോ അടുത്ത വീഡിയോ വരുന്നിടം വരെ ബൈ.